ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. വലിയ സൗഖ്യങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. യാക്കോബ് 3:6. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നമ്മുടെ നാവ് അതൊരു അഗ്നിയാണ് എന്ന് വചനം പറയുക. ഈ നാവാണ് നമ്മുടെ ശരീരം മുഴുവൻ മലിനമാക്കാൻ ഇടയാക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ മലിനമാക്കിയ, മറ്റുള്ളവരെ മലിനമാക്കിയ എത്രയോ സന്ദർഭങ്ങളാണ് നമ്മുടെ നാവ് കൊണ്ട് നാം ഉണ്ടാക്കിയത്. പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാതാവും പിതാവും കൂടെ എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു, അവരുടെ മകൻ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ കെട്ടിവന്ന പെണ്ണ് അവൾ വന്നത് തൊട്ട് കുടുംബത്തിൽ ആകെ അസ്വസ്ഥതയെ. അവർ രാത്രി പാതിരാത്രിയായാൽ വെറുതെ ഇരുന്ന് സിനിമ കാണും. നേരം വെളുത്ത് 10 മണി വരെ കിടന്നുറങ്ങും. ഒരു മുട്ടുസൂചി പോലും നിലത്ത് കിടക്കുന്നത് കണ്ടാൽ അവരെടുത്ത് മാറ്റി വെക്കുക. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ആ മാതാപിതാക്കൾ പറയുക. ഞാൻ പറഞ്ഞു, ലൂക്ക 10:41, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ അനാവശ്യമായി ഇങ്ങനെ മനസ്സിനെ അസ്വസ്ഥമാക്കരുത്. കാരണം അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ അവർ സ്വതന്ത്രരാണ്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കരുത്. കാരണം വചനം പറയുന്നുണ്ട്, മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ ഒന്നായി തീരണമെന്നാണ് വചനത്തിൽ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ പൂർണ്ണമായും വിടണം. പക്ഷേ അവർ പറയുക, എന്നാലും നമ്മൾക്ക് ഇതെല്ലാം കാണുമ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, മത്തായി 6:31, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകണ്ട. വചനത്തിൽ നിരന്തരം പറയുകയാണ്, നിങ്ങൾ ആകുലരാകരുത് എന്ന്. പക്ഷേ നമ്മൾ നിരന്തരം ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. അതെന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിക്കും. മലയാളിയെ സംബന്ധിച്ച് ഒരു പ്രത്യേകത, അവർ ഒന്നെങ്കിൽ ഇന്നലകളിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ നാളകളിൽ ജീവിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, അതുപോലെ പാപങ്ങൾ, ഇതിനെ ഓർത്ത് മനസ്സിനെ വേദനിപ്പിച്ച് മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന, വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്ന പ്രതിസന്ധികൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെല്ലാം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് തിരുത്തൽ വരുത്തുക സാധ്യമേ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, അതിൽ നിന്ന് ഗുണപാഠം പഠിക്കുക എന്നത് മാത്രമാണ്. അതുപോലെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടി തട്ടി ഈ ലോകത്ത് നിന്ന് നമ്മൾ എടുക്കപ്പെടുകയില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് നാളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആകരുത് എന്ന് വചനം പറയുന്നു. കാരണം ഇന്നലത്തിനേക്കാൾ മനോഹരമായി കർത്താവ് നാളെ നമ്മുടെ ജീവിതം നയിച്ചുകൊള്ളും, കർത്താവിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസത്തെ ആസ്വദിച്ച് ജീവിക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകർന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ജീവിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷേ നമ്മൾ ഇതറിയാമെങ്കിലും നമുക്ക് ഈ ആകുലതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ പറഞ്ഞു, സാർ, ഇന്ന് ഞാൻ എൻ്റെ അപ്പനോട് കുറേ ദേഷ്യപ്പെട്ട് സംസാരിക്കാനിടയായി. ഞാൻ ചോദിച്ചു, എന്താ? അവൻ പറഞ്ഞു, അപ്പന് അത്യാവശ്യം മദ്യപിക്കുന്നയാളാണ്. മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് വൈകുന്നേരം
പിന്നിലത്തെ ലൈറ്റ് ഓണാക്കിയിട്ടില്ല. ഇത് കണ്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് ആ അപ്പൻ വല്ലാതെ ചീത്ത പറയുന്നു. കാരണം കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ കടമയാണ് സന്ധ്യാസമയത്തിൽ ലൈറ്റ് ഇടുക എന്നത്. അത് ചെയ്യാത്തതിന് ഇത് കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അത് അങ്ങനെ ഒരു കടമയുണ്ടെന്ന് ഒരിട നിയമത്തിലുമില്ല, അത് കാണുന്നവർ അത് ചെയ്യണം. എന്നിട്ട് ഈ മകൻ എന്നോട് ചോദിക്കുകയാണ്, സാർ ഞാൻ പറഞ്ഞത് തെറ്റാണോ? കാരണം ബാക്കിയെല്ലാവരും സുഖം അനുഭവിക്കുന്നു, ഒരാൾ മാത്രം എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് തെറ്റല്ലേ? ഞാൻ പറഞ്ഞു തെറ്റാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ശരിയല്ലേ? ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. വചനം പറയുന്നത് നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ക്ഷമയോടെ സഹിച്ചാൽ അനുഗ്രഹമാകുമെന്ന്. അതുകൊണ്ട് നീ ചെയ്തത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് തെറ്റല്ല, പക്ഷേ ആധ്യാത്മികമായി നോക്കിയാൽ അതൊരു പക്ഷേ തെറ്റായിരിക്കാം. ഏതായാലും നമ്മുടെ കുടുംബങ്ങളിൽ ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? പ്രത്യേകിച്ച് മദ്യപിച്ച് വരുന്ന വ്യക്തികൾ ഏതെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം അതൊരു സെൽഫ് ഡിഫെൻസാണ്. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരു അവബോധമുള്ള വ്യക്തി ആ തെറ്റ് മറ്റാരും പ്രൊജക്റ്റ് ചെയ്യിക്കാതിരിക്കാൻ ആദ്യമേ തന്നെ അവരൊരു കാരണം കണ്ടുപിടിക്കുന്നു, അതിനെ അനുസരിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു സെൽഫ് ഡിഫെൻസാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ മക്കൾ വിവാഹിതരായാൽ അവരെ നിങ്ങൾ കൂടെ താമസിപ്പിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് നോക്കുക. പ്രകൃതിയിൽ വചനം പറയുന്നുണ്ട്, പ്രകൃതിയെ നോക്കി നിങ്ങൾ പഠിക്കണമെന്ന്. പ്രകൃതിയിൽ കോഴികൾ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് അത് സംരക്ഷണം കൊടുത്ത് ജീവിക്കുക. ഒരു ചെറിയ ഇര കിട്ടിയാൽ ആ കോഴിത്തള്ള തിന്നാതെ അത് കൊത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തുകയാണ്. ഓരോ നിമിഷവും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ അമ്മ കോഴിത്തള്ളയുടെ ജീവിതത്തെ മാറ്റിവെക്കുകയാണ്. പക്ഷേ ഈ കോഴിക്കുഞ്ഞ് വളർന്ന് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എന്താണ് ഈ കോഴിത്തള്ള ചെയ്യുക? ആ കോഴിത്തള്ള ആ കുഞ്ഞുങ്ങളെ കൊത്തി ഓടിക്കുകയാണ്. പിന്നെ ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ അടുത്തേക്ക് നിർത്താറില്ല, അവയെല്ലാം സ്വതന്ത്രമാക്കി അതിനെ ഓടിച്ചു വിടുകയാണ്. പിന്നീട് ഒരിക്കലും ഈ കോഴിത്തള്ള ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനത്തിൻ്റെ പ്രതിഫലം ആവശ്യപ്പെടാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി വിവാഹിതം കഴിച്ചു കഴിഞ്ഞാൽ അവർ സ്വതന്ത്രരായി. അവരെ സ്വതന്ത്രമാക്കി നമ്മൾ വിടണം. കഴിവതും അവർ വിവാഹം കഴിച്ചാൽ 10 കൊല്ലക്കാലത്ത് എങ്കിലും അവരെ കൂടെ താമസിപ്പിക്കരുത്. എങ്കിൽ മാത്രമേ അവർ ജീവിതത്തെക്കുറിച്ച് പഠിക്കൂ. അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പ്രഭാഷകൻ 10:3. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം, രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നിധാനം രാജാവിൻ്റെ ജ്ഞാനമാണ്. ഒരു കുടുംബത്തിലെ രാജാവും രാജ്ഞിയും അവിടുത്തെ അപ്പനും അമ്മയുമാണ്. രാജാവിൻ്റെ ജ്ഞാനമാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യം. അതുകൊണ്ട് ജ്ഞാനികളായി നാം മാറണം. സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. നമ്മുടെ മനസ്സിനെ അതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തണം. മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരിക, അല്ല ഒരു സംഭവം ഓർമ്മ വരിക. നിങ്ങൾക്ക് 2 അമ്മാവന്മാരുണ്ട് എന്ന് സങ്കല്പിക്കുക, വെറുതെ സങ്കല്പിക്കുക. ഈ 2 അമ്മാവന്മാരും വിദേശത്താണ്. അതിൽ മൂത്ത അമ്മാവൻ വളരെ ഉദാരമനസ്കനാണ്. അദ്ദേഹം എപ്പോൾ നാട്ടിൽ വന്നാലും നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലും. ഈ സമയത്ത് പോരാൻ നേരത്ത് ഈ അമ്മാവൻ ഒരു 2000 രൂപയെടുത്ത് നിങ്ങളുടെ കീശയിൽ ഇട്ട് തരും എന്ന് സങ്കല്പിക്കും. അതുകൊണ്ട് എപ്പോൾ അമ്മാവൻ നാട്ടിൽ വന്നാലും അമ്മാവനെ കാണണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ എപ്പോഴും പോവും, ആ അമ്മാവൻ ഈ 2000 രൂപ കീശയിൽ ഇട്ട് തരികയും ചെയ്യും. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന അവസരത്തിൽ
പോരാ നേരത്ത് അമ്മാവൻ ഒരു 500-ൻ്റെ നോട്ടാണ് നിങ്ങളുടെ കീശയിൽ ഇട്ട് തന്നത് എന്ന് വിചാരിക്കുക. ആർ യു ഹാപ്പി? അത് അങ്ങനെ സംഭവിക്കുന്ന അവസരത്തിൽ നിങ്ങൾ സന്തോഷവാനായിരിക്കുക? ഒരിക്കലും ആയിരിക്കില്ല. കാരണം ഏതായാലും നിങ്ങൾ സംതൃപ്തനായിരിക്കില്ല ആ 500 രൂപ കിട്ടിയതിൽ. കാരണം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് 2000. ഇനി നമുക്ക് രണ്ടാമത്തെ അമ്മാവനിലേക്ക് വരാം. ഈ രണ്ടാമത്തെ അമ്മാവൻ പിശുക്കനാണ്, ആർക്കും ഒരു പൈസയും കൊടുക്കുന്ന ആളല്ല. അതുകൊണ്ട് ഈ അമ്മാവനെ കാണാൻ പോകുന്നതും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെന്നിട്ട് പോരാ നേരത്ത് ആ അമ്മാവൻ, ഈ ലുബ്ധനായ അമ്മാവൻ, ഒരു 500-ൻ്റെ നോട്ടെടുത്ത് നിങ്ങളുടെ കീശയിലേക്ക് ഇട്ട് തരുന്നു. ഹൗ യു ഫീൽ? എങ്ങനെ തോന്നും? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും ഇല്ലേ? ഇവിടെ ഞാൻ 2 500 രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ അമ്മാവൻ 500 രൂപ തന്ന അവസരത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായില്ല. എന്നാൽ രണ്ടാമത്തെ അമ്മാവൻ 500 രൂപ തന്ന കഴിഞ്ഞ അവസരത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായി. എന്തുകൊണ്ട്? രണ്ടും 500 രൂപയുടെ കേസാണ്. കാരണം ആദ്യത്തെ അമ്മാവനിൽ നിന്ന് നിങ്ങൾ 2000 പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായില്ല. എന്നാൽ രണ്ടാമത്തെ അമ്മാവനിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടി, അത് ആ സമയത്ത് സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം എന്നത് ഒരു മനസ്സിൻ്റെ ഭാവമാണ്. അത് ഈ 500 രൂപയുടെ കേസല്ല, അതൊരു മനസ്സിൻ്റെ ഭാവമാണ്. അതുകൊണ്ട് ഈ മനസ്സിൽ നിന്നാണ് നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. പല രോഗങ്ങളും ഈ മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് സംഭവിക്കുന്നത്. ചെറിയൊരു എക്സസൈസ് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ശാന്തമായിട്ടിരിക്കുക, ശരീരം ഒട്ടും അനങ്ങാതെ കുറച്ച് നേരം ഇരിക്കുക. ഇതിന് ശേഷം നിങ്ങളുടെ തല തൊട്ടിട്ട് കാൽപാദം വരെ മനസ്സുകൊണ്ട് ഒന്ന് സഞ്ചരിക്കുക. ഈ സമയത്ത് ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഭാഗങ്ങളിൽ ചില വേദനകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ വേദനയിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുക. ആ വേദനയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ച് കുറച്ച് നേരം ഇരിക്കുക. ഈ സമയത്ത് ആ വേദന വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഈ വേദന നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സ് ആ വേദനയിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് നിങ്ങൾക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റിയത്. അത് വർദ്ധിക്കുന്നത്, അനുഭവിച്ചു വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എവിടെ കേന്ദ്രീകരിക്കുന്നോ അത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. മനസ്സ് നന്മയിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവിടെ നന്മ വർദ്ധിക്കും. മനസ്സ് തിന്മയിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവിടെ തിന്മ വർദ്ധിക്കും. ഞാൻ സ്കൂളിലായിരിക്കുന്ന കാലത്ത് ഒരിക്കൽ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, മാതാ പിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഒരു കുട്ടി പോയി ചോദിച്ചു, ദൈവം എന്താ ഓടയിൽ കിടക്കുമോ? എനിക്കത് മനസ്സിലായില്ല. ഞാൻ അവനെ അടുത്ത് വിളിച്ച് വളരെ ശാന്തമായി ചോദിച്ചു, നീ പറഞ്ഞത് എന്താ? അവൻ പറഞ്ഞു, സാർ പറഞ്ഞ ഈ ദൈവം ഉണ്ടല്ലോ, അത് മിക്കവാറും ദിവസങ്ങളിൽ ഈ എൻ്റെ ദൈവം ഓടയിൽ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം അവൻ്റെ അപ്പൻ മദ്യപിച്ച് പല ദിവസങ്ങളിലും ഇങ്ങനെ വഴിവെക്കിൽ കിടക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ആ ദൈവത്തെ ആദരിക്കുക എനിക്ക് പ്രയാസമാണ് സാർ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് എൻ്റെ അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ ഒന്ന് തിരുത്തി പറയണമെന്ന് എനിക്ക് തോന്നിയത്. എന്താണ് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവമായി കാണണമെന്നല്ല. മാതാവും പിതാവും ഗുരുവും ദൈവമായി മാറണമെന്നാണ്. മക്കളുടെ മുന്നിൽ ദൈവത്തെ പോലെയായി മാറണം മാതാവും പിതാവും ഗുരുവും. അവർ യഥാർത്ഥത്തിൽ പച്ചയായ മനുഷ്യരാ. ഈ മാതാവും പിതാവും പച്ചയായ മനുഷ്യരാ. ജീവിതത്തിൽ പല കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാ. പക്ഷേ മക്കളുടെ മുന്നിൽ അത് പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല. മാതാവിനെ ദൈവത്തിന് തുല്യമാക്കി മാറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പിതാവിനാണ്. മക്കളുടെ മുന്നിൽ അതുകൊണ്ട് മാതാവിൻ്റെ തിന്മയുടെ മറയായി നിൽക്കാൻ ഈ അപ്പന് സാധിക്കണം. അമ്മ പിതാവിൻ്റെ
തിന്മയ്ക്ക് തെറ്റുകൾക്ക് മുമ്പിൽ മറയായി നിന്ന് അപ്പനെ ദൈവത്തിന് സമനാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. ഇതേപോലെ തന്നെ ഗുരുവിനെ ദൈവത്തിന് സമരാക്കി മാറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മാതാവിനും പിതാവിനുമാണ്. ഗുരു എന്നതൊരു പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ട് അവരുടെ തെറ്റുകൾക്ക് മുമ്പിൽ മറയായി നിന്ന് ദൈവത്തിന് സമരാക്കി ഈ ഗുരുവിനെ മാറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ ജീവിതത്തിൽ അവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. അവരെല്ലാം കുടുംബത്തിൻ്റെ, ദേശത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മാറ്റപ്പെടും. ഏതൊക്കെ കുടുംബത്തിലാണോ അമ്മയെ പിശാചിന് തുല്യമാക്കി അപ്പൻ മാറ്റുന്നത്, അല്ലെങ്കിൽ അപ്പനെ തിന്മയുടെ പ്രതീകമായി അമ്മ മാറ്റുന്നത്, അല്ലെങ്കിൽ ഗുരുവിനെ തിന്മയുടെ കുറ്റങ്ങൾ, ഗുരുവിൻ്റെ കുറ്റങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അവിടെയെല്ലാം ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ തിന്മയിലേക്ക് നയിക്കപ്പെടുന്നു, അവരുടെ ജീവിതം മോശമായി മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് കുടുംബത്തിൽ മക്കളുടെ മുന്നിൽ പരസ്പരം നന്മയുടെ പ്രതീകങ്ങളാക്കി നമ്മൾ മാറ്റാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. തീത്തോസ് 2:6 നീ എല്ലാ വിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. മാതാപിതാക്കൾ കുടുംബത്തിൽ മക്കൾക്ക് മാതൃകയായി മാറ്റപ്പെടട്ടെ. ദൈവം അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, സാർ മക്കളോട് ഒരിക്കൽ പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കുന്നു, പക്ഷേ ഞങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടും ഈ മക്കൾ അനുസരിക്കുന്നില്ല, എന്താ സാർ? ഞാൻ അവരോട് പറയും, നീ എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്കറിയില്ല, അതാണ് പ്രശ്നം. മത്തായി 18:15 നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, തെറ്റ് തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് വചനം നമ്മളോട് പറയുകയാണ്. നമ്മൾ സാധാരണ തെറ്റ് തിരുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ദേഷ്യം വരുമ്പോൾ ഉറക്കെ മറ്റുള്ളവർ കേൾക്കെ വിളിച്ചു പറയുന്നു ആ തെറ്റ്. അത് തിരുത്തപ്പെടുകയല്ല. കാരണം അങ്ങനെ പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തി അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, എന്നെ അപമാനിക്കുകയാണ്, എന്നെ നാണം കെടുത്തുകയാണ് മറ്റുള്ള ബന്ധത്തിൽ. അത് അവർക്ക് ശത്രുതയാണ് ഉണ്ടാക്കുക. അതേസമയം ആ വ്യക്തിയെ നമ്മൾ അടുത്ത് വിളിച്ച്, ഇപ്പം നമ്മുടെ മക്കളായിരിക്കാം, മരുമക്കളായിരിക്കാം, ആരും ആയിക്കോട്ടെ, അവരെ അടുത്ത് വിളിച്ച് നിങ്ങളുടെ സ്നേഹഭാവത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെയും നിങ്ങൾക്ക് തിരുത്തുക സാധ്യമല്ല. നമ്മൾ സ്നേഹിച്ചാൽ പോരാ, നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയും നമുക്ക് തിരുത്തുക സാധ്യമല്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, പേടിപ്പിച്ചാൽ തിരുത്താമല്ലോ എന്ന്, അല്ലേ? വടിയെടുത്ത് നമുക്ക് പേടിപ്പിച്ച് തിരുത്താം. പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ആ വ്യക്തി പേടിയെ എപ്പോഴാണോ അതിജീവിക്കുന്നത്, ആ നിമിഷം തൊട്ട് അവർ നിങ്ങൾക്ക് പ്രശ്നക്കാരായി മാറും. അതുകൊണ്ട് പേടിപ്പിച്ച് തിരുത്തുക എന്നത് ഒരു മാർഗമേ ആയി കാണരുത്. പിന്നെ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് തിരുത്തൽ വരുത്തുക സാധ്യമാകൂ. അതുകൊണ്ട് നിങ്ങൾ തിരുത്തൽ പോലും സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറ്റപ്പെടണം. അതെങ്ങനെ? അടുത്ത് അവരെ വിളിച്ച് അവരുടെ പുറത്തുനിന്ന് തലോടി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാവം പ്രകടിപ്പിച്ച് അവരോട് മോനെ മോളെ എന്ന് വിളിച്ച് നീ മിടുക്കനാണ് മിടുക്കിയാണെന്ന് പറഞ്ഞ് എന്നിട്ട് പറയണം, ഇന്നലെ ഇനിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞാൽ അവർ തിരുത്തിയിരിക്കും. എന്നാൽ നിങ്ങൾ ഈ തെറ്റ് വേറൊരാൾ കേൾക്കുകയാണ് ഉറക്കെ പറയുന്നതെങ്കിൽ അവർക്ക് ഉള്ളിലുണ്ടാകുന്ന നിങ്ങളോട് പകയായിരിക്കും. കാരണം അവരെ അപമാനിക്കുകയാണ്. അതുകൊണ്ട് അവർ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആ തെറ്റ് ആവർത്തിച്ച് ചെയ്യപ്പെടും. അതുകൊണ്ട് വചനം പറയുന്നത് പോലെ നിങ്ങളും അവരും മാത്രമുള്ളപ്പോൾ അവരോട് അവരുടെ തെറ്റ് കാണിച്ചു കൊടുക്കുക, അവർ തിരുത്തിയിരിക്കും. ഏതൊരു തെറ്റും 3 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ ആവർത്തിച്ച് പറയരുത്. ഒരു തെറ്റ് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചു, നിങ്ങളത് ഇപ്പോൾ ഈ പ്രകടനത്തോടു കൂടി നിങ്ങൾ പറഞ്ഞു, എന്നിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേ അവരത് മറന്ന് വീണ്ടും അത് ചെയ്താൽ വീണ്ടും നിങ്ങൾക്കത് ഓർമ്മിപ്പിക്കാം. പക്ഷെ 3 പ്രാവശ്യവും ഓർമ്മിച്ചതിന് ശേഷവും അവർ വീണ്ടും അത് ആവർത്തിച്ചാൽ
നമ്മൾ കണ്ടില്ല എന്ന് വെക്കുക. അവർ താനെ അത് തിരുത്തിക്കോളും. ഇത് മനസ്സിൽ പതിപ്പിച്ചു വെക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ തിരുത്തൽ സംഭവിക്കുകയുള്ളൂ. മനഃശാസ്ത്രത്തിൽ പറയുന്നു, എന്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാകും. നമ്മളുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലാതാകേണ്ടത് അത് ഇല്ല എന്ന് പറയാം. എന്താണോ ഉണ്ടാവേണ്ടത് അത് ഉണ്ട് എന്ന് പറയുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില വ്യക്തികൾ നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ദാരിദ്ര്യം പറയുന്ന ആൾക്കാർ, ഇല്ല ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവർ അന്നും ഇല്ല ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നു, ഇന്നും അവർ ഇല്ല ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നു. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാകും. അതുകൊണ്ട് എന്താണോ ഉണ്ടാവേണ്ടത് അത് ഉണ്ട് എന്ന് പറയുക. എന്താണോ ഇല്ലാതാകേണ്ടത് അത് ഇല്ല എന്ന് പറയുക. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ നന്മയെ കാണുക, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുടുംബത്തിൽ അമ്മായിമ്മ മരുമകളുടെ നന്മ മറ്റുള്ളവർ കേൾക്കെ ഉറക്കെ പറയട്ടെ. മരുമകൾ അമ്മായിമ്മയുടെ നന്മ എല്ലാവരും കേൾക്കെ ഉറക്കെ പറയട്ടെ. കുടുംബത്തിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. അത് സംഭവിക്കട്ടെ. അതിനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, കുടുംബങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ കുടുംബങ്ങളെ കഴുകണമേ. കുടുംബത്തിലുള്ള എല്ലാ അനൈക്യങ്ങളും മാറ്റി സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് അങ്ങയുടെ സന്തോഷത്തിൽ ജീവിക്കാനുള്ള കൃപ നൽകി ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ.